ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനമായ ബേണിൽ നിന്നും ജനീവയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ വേവി മുതൽ ജനീവ വരെയുള്ള പ്രകൃതിരമണീയമായ ട്രെയിൻ യാത്രയാണ്. നമ്മളിപ്പോൾ കാണിക്കുന്ന ആ റെഡ് ഭാഗത്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. വേവി മുതൽ ജനീവ വരെ ജനീവ തടാകത്തിൻ്റെ കരയിലൂടെയാണ് പ്രധാനമായും ട്രെയിൻ ഓടുന്നത്. വേവിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുമ്പോൾ ജനീവ തടാകത്തിൻ്റെ ശാന്തമായ സൗന്ദര്യം നിങ്ങളെ ഉടൻ സ്വാഗതം ചെയ്യുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് മൃദുവായ മോളലോടെ പുറത്തേക്ക് നീങ്ങുന്നു. വിശാലമായ ജാലകങ്ങളിലൂടെ തടാകത്തിൻ്റെ തിളങ്ങുന്ന ഉപരിതലത്തിൻ്റെ ആദ്യ കാഴ്ച നിങ്ങൾ ഒപ്പിയെടുക്കുന്നു. ചക്രവാളത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വലിയ നീല ഷീറ്റ്. സൂര്യൻ ചുംബിച്ച് ജലം വജ്രം പോലെ തിളങ്ങുന്നു. അതിരാവിലെ പ്രകാശത്തെ അതിശയിപ്പിക്കുന്ന നൃത്തത്തിൽ പ്രതിഫലിക്കുന്നു. നമ്മൾ കാണുന്ന ആ ഒരു തണ്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് അതിലൂടെ പോകുന്നത്. ഇപ്പം ആ തണ്ട് മാത്രമേ ഉള്ളൂ. ഏപ്രിൽ കഴിയുമ്പോഴത്തേനും അത് പൊട്ടിത്തളർത്ത് ആണ് ഇപ്പം നമ്മൾ പടത്തിൽ കണ്ട പോലെയുള്ള പല സ്റ്റേജ് കവർ ചെയ്ത് വരുന്നത്. ട്രെയിൻ ലാവോക്സിലെത്തുന്നു. ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങളിലൂടെയുള്ള യാത്ര. ട്രെയിൻ വേഗത കൈവരിക്കുമ്പോൾ പ്രശസ്തമായ ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ ലാൻഡ്സ്കേപ്പ് മാറുന്നു. ഞങ്ങൾ യാത്ര ചെയ്ത സമയം ഏപ്രിലാണ്. മഞ്ഞ് മാറി മുന്തിരിവള്ളികളൊക്കെ പൊട്ടിത്തളക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. വെയിൽ തെളിയാൻ തുടങ്ങുമ്പോൾ പതിയെ തളർത്ത് ആർത്ത് മുന്തിരിക്കുള്ളികൾ ഉണ്ടാകുന്നു. ഇത് മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത മഞ്ഞുകാലം വരുന്നു. പുതിയ നാമ്പുകളെല്ലാം ട്രിം ചെയ്ത് പഴയ പോലെ മഞ്ഞിൽ മരവിച്ച് നിൽക്കുന്നു. മഞ്ഞ് മാറിക്കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആവർത്തിക്കുന്നു. ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങൾക്ക് 1000 വർഷത്തിലേറെ പഴക്കമുള്ള സമ്പന്നമായ ചരിത്രമുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ സെൻറ്റ് മോറീസ് ആശ്രമത്തിൽ നിന്നുള്ള സന്യാസിമാരും പിന്നീട് സിസ്റ്റേർസിയന്മാരും ഈ പ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരുവുകളിൽ മുന്തിരിവള്ളികൾ നട്ടുവളർത്തുന്ന രീതി ആരംഭിച്ചതോടെയാണ് ലാവോക്സ് നിന്നുള്ള മട്ടിപ്പാവ് ആരംഭിച്ചത്. മതപരമായ ചടങ്ങുകൾക്കും വ്യാപാരത്തിനും ഉയർന്ന ഗുണമേന്മയുള്ള വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കാനുള്ള സന്യാസിമാരുടെ ആഗ്രഹമാണ് ഈ വിപുലമായ വെറ്റിക്കൾച്ചറൽ ഉദ്യമം നയിച്ചത്. അവരുടെ സൂക്ഷ്മമായ പ്രവർത്തനം സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ വൈൻ പ്രദേശങ്ങളായി മാറുന്നതിനുള്ള അടിത്തറയിട്ടു. നൂറ്റാണ്ടുകളായി പ്രാദേശിക കർഷകർ ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങളിൽ കൂടുതൽ വികസിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു. തലമുറകളായി സൂക്ഷ്മമായി സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്ന സാംസ്കാരിക കാർഷിക പൈതൃകത്തെയാണ് ഇന്ന് അവ പ്രതിനിധീകരിക്കുന്നത്. 2007 ലാവോക്സ് മുന്തിരിത്തോട്ടം ടെറസുകൾ അവയുടെ അസാധാരണമായ സാംസ്കാരികവും ചരിത്രപരമായ പ്രാധാന്യം, അതോടൊപ്പം അവയുടെ മികച്ച സൗന്ദര്യം കാരണം യുനെസ്കോയുടെ ലോക പൈതൃക സെറ്റായി അംഗീകരിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങളെ ടെറസ്ഡ് മുന്തിരിത്തോട്ടങ്ങൾ എന്ന് വിളിക്കുന്നത്? ആ ടെറസ്ഡ് മുന്തിരിത്തോട്ടങ്ങൾ എന്ന പദം മലകളുടെ ചെരുവുള്ള ഭൂപ്രദേശങ്ങളിൽ പടികൾ അല്ലെങ്കിൽ ടെറസുകളുടെ ഒരു പരമ്പരയിൽ മുന്തിരിവള്ളികൾ കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കിഴക്കാൻ തൂക്കായ ചെരിഞ്ഞ സ്ഥലത്ത് മുന്തിരിവള്ളി കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഇതിനെ ഓരോ ഈ കല്ലുകൊണ്ട് ഓരോ ചെറിയ പറമ്പ് ഓരോ കഷ്ണമായിട്ടുള്ള ഓരോ പറമ്പുകളായിട്ട് എന്നുവെച്ചാൽ അങ്ങനെ ഓരോന്നായിട്ട് എടുക്കുമ്പോഴത്തേനും അത് ഏതാണ്ട് നിരപ്പായിട്ട് എടുക്കുന്നു. അങ്ങനെ തിരിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് ഈ ടെറസ്ഡ് ഇതെന്ന് പറയുന്നത്. ചെങ്കുത്തായ ഭൂപ്രകൃതികളിലെ വിളകൾ വളർത്തുന്നതിലെ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനും വെറ്റിക്കൾച്ചറൽ രീതികളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനും ടെറസുകൾ സഹായിക്കുന്നു. ഇത് നൂറ്റാണ്ടുകളുടെ ശ്രദ്ധാപൂർവവും ആസൂത്രിതമായ കാർഷിക എഞ്ചിനീയറിംഗിൻ്റെ തെളിവാണ്. ഭൂമിശാസ്ത്രപരവും പാരിസ്ഥിതികമായ സവിശേഷതകൾ ജനീവ തടാകത്തിൻ്റെ വടക്കൻ തീരത്തെ ലൊസാന പട്ടണം മുതൽ ചില്ലോൺ ഗ്രാമം വരെ ഏകദേശം 30 കിലോമീറ്റർ നീളത്തിലാണ് ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മുന്തിരിത്തോട്ടങ്ങൾ ഏതാണ്ട് 800 ഹെക്ടർ, അതായത് 2000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. അവയുടെ സവിശേഷമായ ടെറസ് ലേഔട്ടാണ് ഇവയുടെ പ്രത്യേകത. ടെറസ് ലേഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഒറ്റയടിക്കിടാതെ അതിനെ ഓരോ ചെറിയ നിരപ്പുള്ള ഓരോ പ്ലോട്ടുകളാക്കി തിരിച്ച് ചെയ്യുന്നതിനെയാണ് ടെറസ്ഡ് എന്ന് പറയുന്നത്. ലാവോക്സിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് തടാകതീരത്ത് നിന്ന് മുകളിലെ കുന്നിൻ ചെരുവുകളിലേക്ക് കയറുന്ന സൂക്ഷ്മമായി നിർമ്മിച്ച ടെറസുകളുടെ പരമ്പരയാണ്. ഈ ടെറസുകളെ പിന്തുണയ്ക്കുന്ന ഉണങ്ങിയ കല്ലുമതിലുകളുടെ ഒരു ശൃംഖലയാണ്. അവയിൽ ചിലത് 1000-ലേറെ വർഷം പഴക്കമുള്ളതാണ്. ടെറസുകൾ കാഴ്ചയിൽ അതിശയിപ്പിക്കുന്ന ഒരു ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. കാസ്കേഡിംഗ് ഘട്ടങ്ങളുടെ ഒരു പരമ്പരയിൽ ചെരുവുകളിൽ ഉടനീളം നീണ്ടുകിടക്കുന്ന മുന്തിരിവള്ളികളുടെ വൃത്തിയുള്ള നിരകൾ. ഈ ടെറസ് ക്രമീകരണം മുന്തിരിവള്ളികളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധിയാക്കുന്നു. വെള്ളം ഒഴുകി പോകുന്നത് ഓപ്റ്റിമൈസ് ചെയ്യുന്നു. മണ്ണൊലിപ്പ് തടയുന്നു.
ജനീവ തടാകത്തിലേക്കുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ സാമീപ്യം ലാവോക്സിൻ്റെ മുന്തിരി കൃഷിയുടെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. തടാകം പ്രാദേശിക കാലാവസ്ഥയിൽ ഒരു മിതമായ സ്വാധീനം ചെലുത്തുന്നു. മുന്തിരി വളർത്തുന്നതിന് അനുയോജ്യമായ ഒരു മൈക്രോ ക്ലൈമറ്റ് സൃഷ്ടിക്കുന്നു. വലിയ ജലാശയം താപനില നിയന്ത്രിക്കാനും തണുത്ത രാത്രികളിൽ ചൂട് നൽകാനും ശൈത്യകാലത്ത് മഞ്ഞ് അപകടസാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. തടാകത്തിൽ നിന്നുള്ള സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനങ്ങളും വള്ളികളുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ലാവോക്സിലെ മണ്ണ് പ്രധാനമായും ചുണ്ണാമ്പുകല്ലും ചരലും ചേർന്നതാണ്. ഇത് മുന്തിരി കൃഷിക്ക് വളരെ ഉത്തമമാണ്. ഈ മണ്ണ് നന്നായി വറ്റിച്ചതും ധാതുക്കളാൽ സമ്പന്നവുമാണ്. ഇത് ലാവോക്സ് വൈനുകളുടെ വ്യതിരിക്തമായ രുചികൾക്കും ഉയർന്ന നിലവാരത്തിനും കാരണമാകുന്നു. ധാതുസമ്പന്നമായ മണ്ണ് അനുകൂലമായ കാലാവസ്ഥയുമായി ചേർന്ന് വൈൻ വൈവിധ്യങ്ങളുടെ ഒരു ശ്രേണി ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ലാവോക്സിൻ്റെ വൈൻ. ലാവോക്സ് അതിൻ്റെ അസാധാരണമായ വൈറ്റ് വൈനുകൾക്ക് പേരുകേട്ടതാണ്, പ്രത്യേകിച്ച് ഷാസെലസ് മുന്തിരിയിൽ നിന്ന് നിർമ്മിച്ചവ. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള വെളുത്ത മുന്തിരി ഇനമായ ഷാസെലസ് ലാവോക്സിൽ ഏറ്റവും വ്യാപകമായി നട്ടുപിടിപ്പിച്ച മുന്തിരിയാണ്. ഇത് അതിൻ്റെ അതിലോലമായ പഴങ്ങളുടെ രുചിക്കും ശാന്തമായ അസിഡിറ്റിക്കും പേരുകേട്ടതാണ്. ചാസെലസ് വൈൻ. ലാവോക്സിൽ നിന്നുള്ള ചാസെലസ് വൈനുകൾ അവയുടെ പുതുമയ്ക്കും സൂക്ഷ്മമായ സങ്കീർണതയ്ക്കും വേണ്ടി ആഘോഷിക്കപ്പെടുന്നു. ഈ വൈനുകളിൽ പലപ്പോഴും പച്ച ആപ്പിൾ, പിയർ, ധാതുക്കളുടെ സൂചനകൾ എന്നിവയുണ്ട്. അവ ലാവോക്സിലെ തനതായ ടെറോയറിൽ വളരുന്ന ഷാസെലസ് മുന്തിരിയുടെ സ്വഭാവമാണ്. പ്രാദേശിക സ്വിസ് ചീസ്, സീ ഫുഡ്, ഫൈൻ ഡൈനിങ് വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുമായി അവർ മനോഹരമായി ജോഡിയാക്കുന്നു. ഷാസെലസിന് പുറമെ ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങൾ മറ്റു വെള്ള, ചുവപ്പ്, വൈൻ ഇനങ്ങളും ഉൽപ്പാദിക്കുന്നു. ഷാസെലസ് ആധിപത്യം പുലർത്തുമ്പോൾ ഈ പ്രദേശത്ത് ചെറിയ അളവിൽ പിനോട്ട്, നോയർ, ഗമ്മെ, മറ്റിനങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നു. ഈ വൈനുകൾ സ്വന്തങ്ങളുടെ വിശാലമായ സ്പെക്ട്രം വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല അത് വളരെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങൾ മുന്തിരി കൃഷിയുടെ കേന്ദ്രം മാത്രമല്ല, ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ജനീവ തടാകത്തിൻ്റെയും ആൽപ്സ് പർവ്വതനിരകളുടെയും പശ്ചാത്തലത്തിലുള്ള ടെറസ്ഡ് മുന്തിരിത്തോട്ടങ്ങളുടെ അതിശയകരമായ കാഴ്ചകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന മനോഹരമായ ഒരു ക്രമീകരണം സൃഷ്ടിക്കുന്നു. ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങളിൽ അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പ്രദേശത്തുകൂടി സഞ്ചരിക്കുന്ന വിവിധ നടപ്പാതകൾ പര്യവേഷണം ചെയ്യുക എന്നതാണ്. ലാവോക്സ് വൈൻയാർഡ് ടെറസ് ട്രയൽ സന്ദർശകർക്ക് മുന്തിരിത്തോട്ടങ്ങളിലൂടെ കാൽനട യാത്ര നടത്താനുള്ള അവസരം നൽകുന്നു. പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും വിറ്റിക്കൾച്ചർ രീതികളെക്കുറിച്ചും പഠിക്കുമ്പോൾ തടാകത്തിൻ്റെയും പർവ്വതങ്ങളുടെയും വിശാലമായ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്നു. വൈൻ പ്രേമികൾക്ക് രുചികൾക്കും ടൂറുകൾക്കുമായി നിരവധി പ്രാദേശിക വൈനറികളും വൈൻ നിലവറകളും സന്ദർശിക്കാം. ഈ സ്ഥാപനങ്ങളിൽ പലതും ഗൈഡഡ് ടൂറുകൾ വാഗ്ദാനം ചെയ്യുന്നു. അത് വൈൻ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും പ്രദേശത്തെ പ്രശസ്തമായ ഷാസെലസ് വൈനുകൾ സാമ്പിൾ ചെയ്യാനുള്ള അവസരവും നൽകുന്നു. സാംസ്കാരിക പരിപാടികളും. വർഷം മുഴുവനും പ്രദേശത്തിൻ്റെ വൈൻ പൈതൃകം ആഘോഷിക്കുന്ന വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും ഉത്സവങ്ങളും ലാവോക്സ് ആതിഥേയത്വം വഹിക്കുന്നു. ഗ്രേപ്പ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സന്ദർശകർക്ക് വൈൻ രുചികൾ, പ്രാദേശിക ഭക്ഷണം, പരമ്പരാഗത സംഗീതം എന്നിവ ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രശസ്തമായ ഈവൻറ്റുകളിൽ ഒന്നാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സെറ്റ് അംഗീകരിക്കപ്പെട്ട ഈ ടെറസ്ഡ് മുന്തിരിത്തോട്ടങ്ങൾ തടാകത്തിൻ്റെ അരികിൽ നിന്ന് മലനിരകളിലേക്ക് മനോഹരമായി ഉയർന്നു വരുന്നു. മുന്തിരിവള്ളികളുടെ നിരകൾ സൂക്ഷ്മമായി ക്രമീകരിച്ച് പച്ചകളുടെയും സ്വർണത്തിൻ്റെയും ഒരു ടേപ്പസ്ട്രി സൃഷ്ടിക്കുന്നു. ചൂടെയുള്ള ജനീവ തടാകത്തിൻ്റെ ആഴത്തിലുള്ള നീലയുമായി മനോഹരമായി അത് ഇഴചേർന്ന് പോകുന്നു. മുന്തിരിത്തോട്ടങ്ങളാൽ ചുറ്റിക്കിടക്കുന്ന നാടൻ ശിലാമതിലുകളും മനോഹരമായ ഗ്രാമങ്ങളും നമുക്ക് ഈ യാത്രയിൽ കാണാം. അവരുടെ പരമ്പരാഗത സ്വിസ് വാസ്തുവിദ്യ മനോഹരമായ ദൃശ്യത്തിന് ആകർഷകത്വം നൽകുന്നു. നമ്മൾ ലാവോക്സ് മുന്തിരിത്തോട്ടങ്ങൾ കടന്നു പോകുമ്പോൾ സ്വിസ് ഗ്രാമപ്രദേശങ്ങളുടെ ഹൃദയത്തിലൂടെ ട്രെയിൻ അതിൻ്റെ യാത്ര തുടരുന്നു. നാടകീയമായ മട്ടുപ്പാവുകളുള്ള കുന്നിൻകളിൽ നിന്ന് ഉരുളുന്ന വയലുകളിലേക്കും സൗമ്യമായ മേച്ചിൽപ്പുറങ്ങളിലേക്കും ദൃശ്യങ്ങൾ ക്രമേണ പരിണമിക്കുന്നു. ഇവിടെ കാട്ടുപൂക്കൾ നിറഞ്ഞ വിശാലമായ പുൽമേടുകൾ, മേയുന്ന പശുക്കൾ, ചെരിഞ്ഞ മേൽക്കൂരയുള്ള മനോഹരമായ ഫാം ഹൗസുകൾ എന്നിവയാണ് ഈ ഭൂപ്രകൃതിയുടെ സവിശേഷത. തീവണ്ടിയുടെ റൂട്ട് നിങ്ങളെ വിചിത്രമായ കുഗ്രാമങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും കൊണ്ടുപോകുന്നു. അവിടെ നിങ്ങൾക്ക് പരമ്പരാഗതമായ സ്വിസ് വീടുകൾ, അവയുടെ തടിമുഖങ്ങളും പുഷ്പങ്ങൾ നിറഞ്ഞ ബാൽക്കണികളും കാണാൻ കഴിയും. നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനലിനെ
കുറച്ചുകൂടി ഒന്ന് പോപ്പുലർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇതിവിടെ പിന്നെ പൂർത്തിയാവുകയാണ്. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.